നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് നിർത്തി വെച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് വമ്പൻ ഒരു മാറ്റം തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബിസിനസിനെയും മാർക്കറ്റിംഗ് രീതികളെയും അടിമുടി മാറ്റാൻ വേണ്ടി പോകുന്ന ഒരു വലിയ അവസരമാണ് വരുന്നത്. ChatGPT അവരുടെ ഫ്രീ വേർഷനിൽ പരസ്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു വലിയ സംഭവമാകുന്നത്, നമ്മൾ ഇതിനെ എങ്ങനെ തയ്യാറെടുക്കണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഹലോ എവ്രിവൺ, ഞാൻ സെൽവ ഹാരിസ്. വെൽക്കം ബാക്ക് ടു മൈൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് ആരും കാണും. ഗൂഗിള് അവരുടെ ആഡ് പ്ലാറ്റ്ഫോംസ് തുടങ്ങിയ സമയത്തും പിന്നീട് ഫേസ്ബുക്ക് ആഡ്സ് തുടങ്ങിയ സമയത്തും ആദ്യം എത്തിയവർക്ക് കിട്ടിയ നേട്ടം വളരെ വലുതായിരുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് ഇഷ്ടം പോലെ ക്ലയൻസിനെ കിട്ടിയിരുന്നു. അതേ ചരിത്രം തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത്തവണ അത് ഗൂഗിളിനേക്കാളും ഫേസ്ബുക്കിനേക്കാളും വലുതായിരിക്കും. എന്തുകൊണ്ടാണ് ChatGPT ആഡ്സ് ഇത്ര പവർഫുൾ ആകുന്നത്? ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് ഡേറ്റ. ഗൂഗിളിനും ഫേസ്ബുക്കിനും സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ ChatGPTയുടെ കയ്യിലുണ്ട്. രണ്ടാമത്തത് മെമ്മറി. നമ്മൾ ഇതിനു മുമ്പ് എന്താണ് ചോദിച്ചതെന്ന് അതിന് ഓർമ്മയുണ്ട്. മൂന്നാമത്തത് ഇന്റലിജൻസ്. നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിന്. ഫോർ എക്സാമ്പിൾ, ഒരാൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്യണമെന്ന് ChatGPTയോട് ചോദിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ബിസിനസ് കോച്ചിന് ആവശ്യമുണ്ടെന്ന് അതിന് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന ഒരാൾക്ക് പാർട്ടി പ്ലാനിങ് സർവീസുകൾ ആവശ്യമുണ്ടെന്ന് അതിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ടാർഗറ്റിംഗ് നടത്താൻ ഇതിനും മികച്ചൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല അല്ലെ. ഇനി ഈ ഒരു അവസരം ഉപയോഗിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ബഡ്ജറ്റിംഗ് രീതികളാണ്. സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറ്? ഈ മാസം മാർക്കറ്റിംഗിന് മാക്സിമം ഒരു 50,000 രൂപ ചെലവഴിക്കാം എന്ന് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കും. ഇതാണ് ഫിക്സഡ് ബഡ്ജറ്റ്. എന്നാൽ ChatGPT ആഡ്സിന്റെ കാര്യത്തിൽ ഈ രീതി വർക്ക് ആവില്ല. പകരം അലവബിൾ കോസ്റ്റ് പെർ സെയിൽ എന്ന രീതിയിലോട്ടേക്ക് നമ്മൾ മാറും. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു 2,500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത് കരുതാം. അത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപയാണ് ലാഭം, അതായത് പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്നതെങ്കിൽ ആ ഒരു കസ്റ്റമറിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 400 രൂപ വരെ ആഡ്സിന് ചെലവഴിക്കാൻ മടി ഉണ്ടാവില്ലല്ലോ അല്ലേ? കാരണം 400 രൂപ ആഡിന് പോയാലും ബാക്കി 600 രൂപ നിങ്ങൾക്ക് ലാഭമാണ്. ഇവിടെയാണ് മാജിക് നടക്കുന്നത്. ഒരു കസ്റ്റമറിനെ കൊണ്ടുവരാൻ 400 രൂപയെ ചെലവാകുന്നുള്ളൂ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് നമ്മൾ മാസത്തെ ബഡ്ജറ്റ് വെറും 50,000 ഒതുക്കുന്നത്? 400 രൂപയ്ക്ക് താഴെ എത്ര കസ്റ്റമേഴ്സിനെ കിട്ടുന്നോ അത്രയും പണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്പെൻഡ് ചെയ്യാം അല്ലെ? കാരണം മുടക്കുന്ന ഓരോ 400 രൂപയ്ക്കും നിങ്ങൾക്ക് 600 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് മാസം എത്ര രൂപ എന്ന കണക്ക് മാറ്റിയിട്ട് ഒരു കസ്റ്റമർക്ക് എത്ര രൂപ എന്ന കണക്കിലോട്ടേക്ക് നമ്മൾ മാറേണ്ടതാണ്. ഇതാണ് സ്കെയിലിംഗിന്റെ രഹസ്യം. അപ്പൊ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി വന്നു. പക്ഷെ പണം മുടക്കിയാൽ മാത്രം പോരാലോ, നമ്മൾ കാണിക്കുന്ന ആഡ്സ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി ആഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? 25 വർഷം മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും AI വന്നാലും മാറാത്ത 4 കാര്യങ്ങളുണ്ട് ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു ആഡില്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹുക്കാണ്. ഒറ്റ വരിയില് ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അവരുടെ പ്രശ്നത്തെയോ അവരുടെ ആഗ്രഹിക്കുന്ന റിസൾട്ടിനെയോ അഡ്രസ് ചെയ്യുക. രണ്ടാമത്തേത് വാല്യൂ പ്രൊപ്പോസിഷൻ ആണ്. നിങ്ങളായിട്ട് കണക്ട് ചെയ്താൽ അവർക്ക് എന്ത് ഗുണം കിട്ടും എന്ന് വ്യക്തമായിട്ട് പറയാം. മൂന്നാമത്തേത് ക്രെഡിബിലിറ്റി ആണ്. എന്തുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കണം? നിങ്ങളുടെ എക്സ്പീരിയൻസ്, റിവ്യൂസ് അല്ലെങ്കിൽ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ എണ്ണമൊക്കെ അവിടെ കാണിക്കാനായിട്ട് നോക്കാം. അടുത്തത് കോൾ ടു ആക്ഷൻ ആണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവർ എന്ത് ചെയ്യണം? ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ ആഡ് വിജയിക്കും. നമ്മളൊരു ആഡ് ഉണ്ടാക്കി അവരുടെ ശ്രദ്ധയും പിടിച്ചു. പക്ഷെ എല്ലാ ഉത്തരങ്ങളും ChatGPTയിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ അവരെന്തിനാണ് നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുറത്തോട്ടേക്ക് വരുന്നത്? അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് ആവേണ്ടത്. സോ അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ട്രിക്കി ആയിട്ട് ചെയ്യേണ്ടത്. സാധാരണ ഒരു ലേൺ മോർ അല്ലെങ്കിൽ സൈനപ്പ് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ക്ലിക്ക് കിട്ടാനായിട്ട് ഇവിടെ പോകുന്നില്ല. നമ്മുടെ കോൾ ടു ആക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹ്യൂമൻ കണക്ഷൻ ആണ്. ChatGPT നിങ്ങൾക്ക് പ്ലാൻ തരും, പക്ഷെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. ഞങ്ങളോട് സംസാരിക്കൂ, ഇതായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച്. രണ്ടാമത്തേത് കസ്റ്റം എക്സ്പീരിയൻസ്. ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്, അത് ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരൂ എന്ന രീതിയിൽ നിങ്ങൾ പറയണം. ആൻഡ് മൂന്നാമത്തേത് ഡയറക്റ്റ് ബൈ. ആപ്പിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഭാവിയിൽ ഉറപ്പായിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഏറ്റവും അവസാനത്തതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡ്. ChatGPTക്ക് എത്ര വേണമെങ്കിലും കണ്ടന്റ് എഴുതി തരാനായിട്ട് പറ്റും, പക്ഷെ അതിനൊരിക്കലും ഒരു മനുഷ്യനാകാനായിട്ട് പറ്റില്ല അല്ലെ? അതിന് നിങ്ങളുടെ അനുഭവങ്ങളോ കഥകളോ ഒന്നും തന്നെ അതിലില്ല. ഭാവിയിൽ ബിസിനസ് ബ്രാൻഡുകളെക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത് പേഴ്സണൽ ബ്രാൻഡുകളെയാണ്.
നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ കഥകൾ, നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ശൈലികൾ, ഇതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. ചുരുക്കത്തിൽ വരാൻ പോകുന്ന ഈ വലിയ മാറ്റത്തെ നേരിടാൻ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത്, ഒരു കസ്റ്റമർക്ക് വേണ്ടി എത്ര രൂപ മുടക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റണം. രണ്ടാമത്തേത്, ഹുക്ക്, വാല്യൂ, ക്രെഡിബിലിറ്റി, CTA. ഈ സ്ട്രക്ചറിൽ നിങ്ങൾ ആഡ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടി നോക്കാം. ആൻഡ് മൂന്നാമത്തേത്, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് വളർത്താം. കോടിക്കണക്കിന് ആളുകളാണ് ദിവസവും ChatGPT ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങളുടെ ബിസിനസ് എത്തിക്കാൻ പറ്റിയാൽ അത് വലിയൊരു വിജയമായിരിക്കും അല്ലെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് തന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച കൂട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത്. See you in the next one. Thank you so much.